ഹലോ, ഇത് എനിക്ക് പറ്റിയൊരു അബദ്ധത്തിന്റെ കഥയാട്ടോ. എന്താണെന്നറിയോ, നമ്മൾ വിന്ററൊക്കെ തീരാറായി എങ്കിലും കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ് ഈ ജാക്കറ്റ് കേട്ടോ. അപ്പം നമുക്ക് വിന്റർ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് തണുപ്പടിക്കുമ്പോഴേക്കും തണുപ്പുള്ള രാജ്യങ്ങളിൽ തണുപ്പിൽ കയ്യാണ് ആദ്യം നമുക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ജാക്കറ്റൊക്കെ ഇടുമ്പോൾ ഒരു പോക്കറ്റ് വേണം അല്ലേ. ഒരു പോക്കറ്റുള്ള ജാക്കറ്റ് ആണെങ്കിലാണ് നമുക്ക് ഇച്ചിരി. അപ്പം ഞാൻ ഈ ജാക്കറ്റ് വേണ്ടി കുറേ നാളായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ജാക്കറ്റിന് ഒരു പോക്കറ്റ് ഇല്ല, ഒരു വാങ്ങിച്ചപ്പോൾ ഒരു പോക്കറ്റുള്ള ജാക്കറ്റ് വാങ്ങിക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ കാണിച്ചു തരട്ടെ. എന്നാന്നറിയാമോ, അതെ പറയുവാണെങ്കിൽ ഈ ജാക്കറ്റ് ഇപ്പം ഇവിടെയൊക്കെ വാങ്ങിക്കുന്ന, ഓസ്ട്രേലിയയിലൊക്കെ വാങ്ങിക്കുന്ന നല്ല ജാക്കറ്റുകൾക്കൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഇത് ജസ്റ്റ് ഒരു ഫാൻസി പോക്കറ്റിന് പോലെ ഒരു സംഭവം ഇങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. പക്ഷേ അവർ ശരിക്കുമായിട്ടുള്ള റിയൽ പോക്കറ്റ് അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് സത്യത്തിൽ. ഇത് കണ്ടോ, ഈ സ്റ്റിച്ച് നമ്മൾ അഴിച്ചെടുത്താലാണ് നമുക്ക് പോക്കറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത്രയും നാൾ ഇതിനൊരു പോക്കറ്റ് ഉണ്ടെന്ന് അറിയാൻ വയ്യാതെ പോക്കറ്റ് ഇല്ലെന്ന് വിചാരിച്ച് നടന്ന എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചാണ് കേട്ടോ ജാക്കറ്റ്. അപ്പം ഇതിന് സ്റ്റിച്ച് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ പോയിരിക്കുന്ന കണ്ടപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓ ചേച്ചി ഇതേ നോക്കി എൻ്റെ ഇതിൻ്റെ സ്റ്റിച്ച് പോയി കിടക്കും, ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് ഇതുകൊണ്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോകാം, അല്ലെങ്കിൽ ഇത് ഇവിടെ പോക്കറ്റ് ആണോ ആവോ. അപ്പം ഞങ്ങൾക്കിങ്ങനെ അകത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കങ്ങനെ ഒന്നും കാണാനില്ല പോക്കറ്റായിട്ട്. അപ്പം ഞങ്ങൾ സ്റ്റോറിൽ കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ അവർ കൊണ്ടുപോയി കാണിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു, ഈ സ്റ്റിച്ച് എടുത്ത് കളഞ്ഞാലാണ് നമുക്ക് പോക്കറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളാരെങ്കിലും ഇനി വാങ്ങിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ ആദ്യം ഇതൊക്കെ അന്വേഷിക്കണം കേട്ടോ, ഈ അബദ്ധം പറ്റാതെ. കണ്ടോ, ഇവിടെ നമുക്കൊരു ഹിഡൻ പോക്കറ്റ് ഉണ്ടായിരുന്നു. ഇവരുടെ സൈഡിലേയും കൂടെ അങ്ങനെ അയക്കട്ടെ മറ്റേ. അപ്പോൾ അതെ കണ്ടോ, നമുക്ക് പോക്കറ്റിൽ ഇങ്ങനെ കൈയൊക്കെ ഇടാനുള്ള അവസരം ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് യൂസ് ചെയ്തപ്പോൾ പോക്കറ്റ് ഇല്ലെന്ന് വിചാരിച്ച് യൂസ് ചെയ്യാതെ പോക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നു. ആ സങ്കടം മാറിക്കിട്ടി, പോക്കറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങളും വാങ്ങിക്കുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇതൊക്കെ പുതിയ ടൈപ്പിലുള്ള നമ്മൾ ഓൾഡ് ജനറേഷൻ പീപ്പിളിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര വെളിപ്പെടുത്തില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം റിമെമ്പർ.